എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്ന സാത്യകിയുടെ കഥയാണ്. വൃഷ്ണി വംശജനായ ശിനിയുടെ പുത്രൻ സത്യകന്റെ മകനായിരുന്നു സാത്യകി. ജനന സമയത്ത് യുയുധാൻ എന്ന നാമധേയം ലഭിച്ചെങ്കിലും സത്യകന്റെ പുത്രൻ എന്ന അർത്ഥം വരുന്ന സാത്യകി എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്ന സാത്യകി ജരാസന്ധനുമായുള്ള യുദ്ധം ചെയ്യുമ്പോഴും പാരിജാത വൃക്ഷത്തിനായി ഇന്ദ്രനോട് യുദ്ധം ചെയ്യുമ്പോഴും കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃതവർമാവ് അടക്കമുള്ള യാദവർ കൗരവപക്ഷത്തായിരുന്നെങ്കിലും ഒരു അക്ഷൗഹിണി പടയോടുകൂടി സാത്യകി പാണ്ഡവപക്ഷത്തെ നിലയുറപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം അർജുനൻ ജയദ്രഥനെ പിടികൂടി വധിച്ച് തന്റെ ശപഥം നിറവേറ്റാനായി പോയപ്പോൾ യുധിഷ്ഠിരനെ കീഴടക്കാനെത്തിയ ദ്രോണരെ തടഞ്ഞു നിർത്തിയത് സാത്യകിയായിരുന്നു. അധ്യയന കാലത്ത് ആദ്യം ദ്രോണരിൽ നിന്നും പിന്നീട് അർജുനനിൽ നിന്നും അസ്ത്രവിദ്യ അഭ്യസിച്ച സാത്യകിക്ക് ദ്രോണനെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല. 101 തവണ ദ്രോണരുടെ വില്ല് പൊട്ടിച്ച സാത്യകിയെ മറികടക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ അവസാനം ദ്രോണനെ ആ ഉദ്യമത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുകയാണുണ്ടായത്. ഈ സമയത്ത് സാത്യകിയുമായി കുടുംബകലഹമുള്ളവനും ബദ്ധവൈരിയുമായ ഭൂരിശ്രവസ് സാത്യകിയെ ആക്രമിക്കാൻ തുടങ്ങി. അതിതീവ്രമായ യുദ്ധത്തിൽ ഭൂരിശ്രവസ് സാത്യകിയെ അടിച്ച് ബോധം കെടുത്തി യുദ്ധക്കളത്തിലൂടെ വലിച്ചിഴച്ചു. സാത്യകിയുടെ പരാജയം മുന്നിൽ കണ്ട കൃഷ്ണൻ അർജുനനെ വിവരം അറിയിക്കുകയും അർജുനൻ ക്ഷണനേരത്തിൽ അമ്പെയ്ത് ഭൂരിശ്രവസിന്റെ ഭുജം ഛേദിക്കുകയും ചെയ്തു. തുടർന്ന് തന്റെ മയക്കം വിട്ടുണർന്ന സാത്യകി ഉടനെ വാളെടുത്ത് നിരായുധനായ ഭൂരിശ്രവസിന്റെ തലയറുത്തു. തുടർന്ന് കർണനെ പരാജയപ്പെടുത്തിയ സാത്യകി ഭൂരിശ്രവസിന്റെ പിതാവായ സോമദത്തനെയും വധിച്ചു. യുദ്ധാവസാന രാത്രിയിൽ അശ്വത്ഥാമാവും കൂട്ടരും പാണ്ഡവ പാളയത്തിൽ കടന്ന് കൂട്ടക്കുരുതി നടത്തിയപ്പോൾ സാത്യകി കൃഷ്ണനൊപ്പം അകലെ ആയതിനാൽ അവരെ തടയാൻ കഴിഞ്ഞില്ല. യുദ്ധാനന്തരം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയപ്പോൾ സാത്യകിയും തുണയായി കൂടെ പോയി. ദ്വാരകയിൽ വെച്ച് തന്റെ അന്ത്യസമയം അടുത്തു എന്നറിഞ്ഞ ശ്രീകൃഷ്ണൻ എല്ലാവരോടും പ്രഭാസ തീരത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് കൃഷ്ണൻ ഒഴികെ എല്ലാവരും നന്നായി മദ്യപിച്ചു. കൃതവർമാവുമായി തർക്കത്തിൽ ഏർപ്പെട്ട സാത്യകി അവസാനം കൃതവർമാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. തുടർന്ന് ഭോജന്മാരും അന്ധകരും സാത്യകിയെ എച്ചിൽ പാത്രമെടുത്ത് പ്രഹരിക്കാൻ തുടങ്ങി. സാത്യകിയെ സഹായിക്കാനായി പ്രദ്യുമ്നൻ ചെന്നെങ്കിലും കൃഷ്ണന്റെ മുൻപിൽ വെച്ച് അവരെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. ക്രുദ്ധനായ കൃഷ്ണൻ ഉടൻ തന്നെ തന്റെ മുന്നിൽ നിന്ന ഏരകപ്പുല്ല് പറിച്ചെടുത്തു. ക്ഷണനേരത്തിൽ അത് ഇരുമ്പുലക്കയായി തീർന്നു. തുടർന്ന് തന്റെ മുന്നിൽ നിന്നവരെ കൃഷ്ണൻ അതുകൊണ്ട് അടിച്ചു കൊന്ന് അവിടെ ഇരുമ്പുലക്ക കുത്തിയൂന്നി നിന്നു. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന മറ്റു യാദവർ ഏരകപ്പുല്ല് പറിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീണു. കൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്ന സാത്യകിയുടെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.